കേരള രാഷ്ട്രീയത്തിന്റെ തന്നെ ഗതി നിർണയിക്കുന്ന തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ശേഷിക്കെ പ്രചാരണം ടോപ്പ് ഗിയറിലാക്കി മുന്നണികൾ. ഇടത് വലത് മുന്നണികളെ അപേക്ഷിച്ച് സ്റ്റാർ ക്യാമ്പയിനുമായി ഒരു പടി മുന്നിലാണ് NDA നേതൃത്വം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശമേകാൻ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ മറ്റന്നാൾ തലസ്ഥാനത്ത് നടക്കും. തിരുവല്ലയിൽ NDA നേതൃത്വം സംഘടിപ്പിച്ചിരിക്കുന്ന പൊതുപരിപാടിയിലും പ്രധാനമന്ത്രി വോട്ടർമാരെ അഭിസംബോധന ചെയ്യും. ശാലിനി ചേരുന്നു. ശാലിനി, അങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണ്. ഇനി കേവലം 7 ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും എത്തുകയാണ് കേരളത്തിലേക്ക്. ഇത്തവണ തലസ്ഥാനത്ത് തന്നെയാണ് റോഡ് ഷോ. തിരുവല്ലയിലെ പൊതുപരിപാടിയിലും പങ്കെടുക്കും. വലിയ ആവേശത്തിൽ തന്നെയാണ് NDA നേതൃത്വം. ഒപ്പം മുന്നണികളും എല്ലാവരും പ്രചാരണ രംഗത്ത് അങ്ങനെ സജീവമായി തന്നെ നിൽക്കുകയാണല്ലേ? രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ തീപാറും പോരാട്ടമാണ് തലസ്ഥാനത്തടക്കം 140 നിയോജക മണ്ഡലങ്ങളിലും നടക്കാൻ പോകുന്നത്. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രചാരണ ചൂടിലൊക്കെയാണ് തലസ്ഥാനമടക്കം കടന്നു പോവുകയും ചെയ്യുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സ്റ്റാർ ക്യാമ്പയിനുകൾ നടക്കുകയാണ് എല്ലാ മുന്നണികൾക്കും. അതിൽ ഒരുപടി മുന്നിലാണ് BJP NDA ക്യാമ്പുകൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അവരുടെ വികസന രേഖ പ്രകടന പത്രികയടക്കം പുറത്തിറക്കിയ സാഹചര്യത്തിൽ കേരളത്തിൽ എന്താണ് ഇനി വികസനം നടപ്പിലാക്കേണ്ടതെന്ന് പറയാൻ കേന്ദ്ര നേതാക്കന്മാരും കേന്ദ്രമന്ത്രിമാരും ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ കേരളത്തിലേക്ക് പ്രതിദിനം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 4-ാം തീയതി കാത്തിരിക്കുകയാണ് തലസ്ഥാനം അനന്തപുരിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതിനായി. തിരുവനന്തപുരം ഒപ്പം തന്നെ നേമം നിയോജക മണ്ഡലങ്ങൾ സംഗമിക്കുന്ന കിള്ളിപ്പാലം മുതൽ കരമന വരെ അദ്ദേഹത്തിന്റെ റോഡ് ഷോ ക്രമീകരിച്ചിട്ടുണ്ട്. തലസ്ഥാന ജില്ലയിലെ NDAയുടെ സ്ഥാനാർത്ഥികൾ ഒപ്പം തന്നെ പ്രവർത്തകർ, ജില്ലയ്ക്ക് പുറത്തുനിന്ന് പ്രധാനമന്ത്രി കാണാൻ എത്തുന്നവരൊക്കെ കിള്ളിപ്പാലം മുതൽ കരമന വരെ അദ്ദേഹത്തിനെ കാണാനായി ഉണ്ടാകുമെന്നുള്ളതാണ്. കൂടാതെ തന്നെ തിരുവല്ലയിലാണ് 4-ാം തീയതി ആദ്യ പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്. 4-ാം തീയതി ഉച്ചയോടുകൂടി തിരുവല്ലയിൽ ക്രമീകരിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. വിവിധ നേതാക്കന്മാർക്കൊപ്പം അവിടുത്തെ കാൻഡിഡേറ്റുകളും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് തലസ്ഥാനത്തേക്ക് എത്തുന്നത്. ഈ ഒരാഴ്ചയ്ക്കിടെ 2-ാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്നിപ്പോൾ വികസനം ചർച്ച ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ വികസന സംവാദം നടക്കുകയാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ. അതിന് പിന്നാലെയാണ് കേരളത്തിലേക്ക് പ്രധാനമന്ത്രി കേരളത്തിനെ കൈപിടിച്ചുയർത്താൻ, കേരളത്തിൻ്റെ വികസനം ചർച്ച ചെയ്യാൻ വീണ്ടും എത്തുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. കൂടാതെ തന്നെ കേന്ദ്രമന്ത്രിമാർ, കേന്ദ്ര നേതാക്കന്മാരൊക്കെ തലസ്ഥാനത്ത് അടക്കം തമ്പടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേന്ദ്രമന്ത്രിമാർ തലസ്ഥാനത്തുണ്ടായിരുന്നു. ഇന്നലെ രാജ്നാഥ് സിംഗ് തലസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. 2 മണ്ഡലങ്ങളിൽ ഇന്നലെ അദ്ദേഹം പ്രചരണത്തിന്റെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും അദ്ദേഹം ചില മണ്ഡലങ്ങളിൽ പ്രചാരണത്തിനായി എത്തുന്നുണ്ട്. കൂടാതെ തന്നെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഇന്നിപ്പോൾ തിരുവനന്തപുരത്തുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി അദ്ദേഹം വന്നിട്ടുണ്ട്. അതിനുശേഷം ഇന്ന് രാവിലെ വർക്കലയിൽ മുനിസിപ്പൽ ഹാളിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. വർക്കലയിലെ സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥിക്കായി വോട്ട് അഭ്യർത്ഥിക്കാനാണ് അദ്ദേഹം വർക്കലയിലേക്ക് എത്തുന്നത്. കൂടാതെ തന്നെ കിളിമാനൂരിലും അദ്ദേഹം പരിപാടികൾക്ക് പങ്കെടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 1:45 ഒരു പൊതു യോഗത്തിലും അദ്ദേഹം സംബന്ധിക്കും. അതിനുശേഷം അദ്ദേഹം ഇന്ന് കൊച്ചിയിലേക്ക് തന്നെ ഇന്ന് വൈകിട്ടോടു കൂടി പോകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ നാളെ JP നഡ്ഡ, കേന്ദ്ര ആരോഗ്യമന്ത്രി, മുൻ BJP ദേശീയ അധ്യക്ഷൻ കേരളത്തിലേക്ക് എത്തുകയാണ്. കൂടാതെ തന്നെ സ്മൃതി ഇറാനി, മുൻ കേന്ദ്ര മന്ത്രി, നാളെ തലസ്ഥാന ജില്ലയിലുണ്ട്. ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ സ്മൃതി ഇറാനി ഔദ്യോഗിക പരിപാടിക്കായി എത്തുമെന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അടക്കമുള്ള നേതാക്കന്മാരും കേരളത്തിലേക്ക് വരും ദിവസങ്ങളിൽ എത്തുമെന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ 7-ാം തീയതിയാണ് കലാശക്കൊട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ആ 7-ാം തീയതിക്ക് മുൻപ് തന്നെ മാക്സിമം കേന്ദ്ര നേതാക്കന്മാരെയും ദേശീയ നേതാക്കന്മാരെയും ഒക്കെ കേരളത്തിലേക്ക് എത്തിച്ച് പ്രചാരണം കൊഴിപ്പിക്കാനുള്ള ആവേശത്തിലാണ് എല്ലാ മുന്നണികളും ഉള്ളത്. ഇനിയിപ്പോൾ ഇന്ന് രാവിലെ രാജീവ് ചന്ദ്രശേഖർ വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. നേമം നിയോജക മണ്ഡലത്തിൻ്റെ വികസന രേഖ എന്താണ് എന്ന് പ്രഖ്യാപിക്കാനാണ് അദ്ദേഹം ഇന്ന് നേമത്ത് തെരഞ്ഞെടുപ്പ് കാര്യാലയത്തിൽ മാധ്യമങ്ങളെ കാണുന്നത്. കൂടാതെ തന്നെ മറ്റ് ചില വാർത്താ സമ്മേളനങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ BJP ദേശീയ സെക്രട്ടറി അനിൽ ആന്റണിയും തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഭാഗമാകാൻ അനിൽ ആന്റണി എത്തുകയാണ്. അങ്ങനെ ഒരു വലിയ നിര നേതാക്കന്മാർ കേരളത്തിലേക്ക് വരുന്നു. അവസാന ലാപ്പിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം കടക്കുന്നു. 7-ാം
തീയതി കലാശക്കൊട്ടും, 8-ാം തീയതി നിശബ്ദ പ്രചാരണവും കഴിഞ്ഞ് 9-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ വലിയൊരു മാറ്റത്തിന്റെ തെരഞ്ഞെടുപ്പായിരിക്കും. ആ മാറ്റത്തിന്റെ സൂചനകൾ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടിയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. രോഹിണി, KP. അതെ, തീർച്ചയായും ശാലിനി. എന്തായാലും അങ്ങനെ തെരഞ്ഞെടുപ്പിന് ഇനി 7 നാൾ മാത്രമാണ് അവശേഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണ്. ദേശീയ നേതാക്കളടക്കം എത്തുന്നുണ്ട്. പ്രധാനമന്ത്രി ഒരിക്കൽ കൂടി എത്തുമ്പോൾ ആവേശം ഇരട്ടിയാകും അല്ലേ? അതെ അതെ അതെ.